എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജെയിംസ് കണ്ടതേ വേറെ വല്ലവരെയാവും. നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, കണ്ട കണ്ണിൽ കമ്പിട്ട് കുത്തരുതെന്ന്. എൻ്റെ പൊന്ന് ഫൈസി സാറേ, വിശ്വനാഥ സാറ് കാത്തു നിന്ന അർച്ചനയെ കണ്ടത്. കുറച്ചേറെ സംസാരിക്കുകയും ചെയ്തു. എന്നോട് അവൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. എങ്കിൽ ഒരു കാര്യം സാർ മനസ്സിലാക്കി വെച്ചു, അർച്ചന പല കാര്യങ്ങളും സാറിനെ മറച്ചു വയ്ക്കുന്നുണ്ടെന്ന്. ജെയിംസ് എന്താ അങ്ങനെ പറയാൻ കാരണം? വിശ്വനാഥ സാർ അർച്ചനയെ വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ് അവർ തമ്മിൽ കണ്ടതും സംസാരിച്ചതും. എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അർച്ചനയെ കേസിൽ നിന്ന് ഒതുക്കിയത് വിശ്വനാഥ സാർ തന്നെയാണ്. അതിന് നല്ല കാശും ഇറക്കി കാണും. ജെയിംസേ, താൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞു നടക്കരുത്. ഞാനൊന്നും അറിയരുതെന്ന ഫൈസി സാറിൻ്റെ മനസ്സിലിരിപ്പെന്ന് എനിക്കറിയാം. പക്ഷേ ഈ കളികളൊന്നും ജസ്റ്റിസ് ഉണ്ണിത്താ സാറിൻ്റെ മകൾക്കറിയില്ല. താൻ കാരണവാ ആ കുഞ്ഞിന്റെ അമ്മ അർച്ചനയാണെന്ന് വിശ്വനാഥ സാർ മനസ്സിലാക്കിയത്. തന്റെ ഏതോ ബന്ധു ഉണ്ണിത്താൻ സാറിന്റെ സെക്യൂരിറ്റി ആണെന്നല്ലേ പറഞ്ഞത്. ഇനി നിരഞ്ജനെ കൂടി അത് അറിയാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. ഇതെന്റെ അവസാനത്തെ വാണിങ്ങാ. ജെയിംസ് വയ്ക്കോ. ഹലോ, ഞാനടാ സുധി, ശബരി. നീ ഇപ്പൊ എവിടെ ഉണ്ടടാ? ചെന്നൈയില്. ഇതുവരെ അലച്ചിലായിരുന്നു, മടുത്തു. ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോടാ. നീ എന്താ ഫിറ്റാണോ? ഫിറ്റാവാൻ പോകുന്നതേ ഉള്ളൂ. കുടിച്ച് ബോധം പോകുമ്പോൾ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ കയറി കിടക്കണം. ഒന്നും അറിയില്ല. ഭ്രാന്ത് പറയാതടാ. സത്യമായി സുധി ഞാൻ പറയുന്നത്. നീ വിളിച്ച് ആ നടരാജൻ ചാണക്യനെ അറിയിച്ചേക്കണം. കോടമ്പക്കത്ത് എന്റെ ചിന്നിച്ചെറിയ ശവം കിടപ്പുണ്ടെന്ന്. നീ ഇത് ചെയ്തതുകൊണ്ട് എനിക്ക് എന്ത് ഗുണമാണ് ഉള്ളത്? മരിക്കാനാ നിന്റെ തീരുമാനമെങ്കിൽ ഞാൻ തടയുന്നില്ല. പക്ഷെ അതിനു മുമ്പ് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താടാ? അർച്ചന എവിടെ, എങ്ങനെ ജീവിക്കുന്നുവെന്ന് നീ എനിക്കൊന്ന് കണ്ടെത്തി തരണം. ഒന്നിനും വേണ്ടിയല്ലടാ, എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാ. ദൂരെ നിന്ന് അവളെ ഒന്ന് കണ്ടാ മാത്രം മതി എനിക്ക്. നീ തിരിച്ചു വന്നാൽ ഞാനും നാട്ടിലേക്ക് വരാം. നമുക്കവളെ കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ലടാ. ഞാൻ വരാടാ, നിനക്ക് വേണ്ടി എനിക്കതെങ്കിലും ചെയ്യണം. എന്നാ നീ വേഗം നാട്ടിലേക്ക് തിരികെ, എന്നിട്ട് എന്നെ വിളിക്ക്, ഞാനും പുറപ്പെടാം. ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. ഫോട്ടോസൊക്കെ എനിക്ക് മെയിൽ ചെയ്തു തന്നു. നന്നായിട്ടുണ്ടല്ലേ? പക്ഷേ ഒരു ഫോട്ടോയിൽ പോലും ആലീസ് ഇല്ല. മോശമായിപ്പോയി. ആ ഫോട്ടോഗ്രാഫർ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ആലീസ് ചോറ് കൊടുക്കുന്ന ഒരു ഫോട്ടോ പോലും ഇല്ലെന്നേ. മാഡം അതിൽ വിഷമിക്കൊന്നും വേണ്ട. എന്നെ വിശ്വനാഥൻ സാർ മാറ്റി നിർത്തുന്നത് കണ്ടപ്പോഴേ ഞാൻ സെർവൻ്റ് ആണെന്ന് ആ ഫോട്ടോഗ്രാഫർക്ക് മനസ്സിലായി കാണും. എന്റെ ഫോട്ടോ ഇടയ്ക്ക് കയറി വന്ന പണി കിട്ടുമെന്ന് ആ പാവം കരുതി കാണും. അതാ എന്നെ എല്ലാത്തിൽ നിന്നും ഒഴിവാക്കിയത്. അങ്ങനെ ഒരു ചീറ്റിംഗ് നടക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. പിന്നെന്തിനാ അയാൾ ആലീസിന്റെ ഫോട്ടോ എടുത്തതു? എനിക്കൊന്നും തോന്നണ്ടെന്ന് കരുതി കാണും. അച്ഛനെ വിളിച്ച് പറയാം, ആ ഫോട്ടോസ് എന്നെ അയച്ചു തരാൻ അയാളോട് പറയണമെന്ന്. എനിക്കത് ആൽബത്തിൽ വയ്ക്കാനാ. അതിന്റെ കാര്യമൊന്നുമില്ല മാഡം. ആൽബത്തിലിരിക്കേണ്ടത് മോന്റെ ബന്ധുക്കാരുടെയും സ്വന്തക്കാരുടെയും ഫോട്ടോസ് തന്നെയാണ്. നാളെയും അവർ നിങ്ങൾക്കൊപ്പം തന്നെ കാണും. വളർന്നു വരുമ്പോൾ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അവൻ അവരെ തിരിച്ചറിയാനാവും. എന്നെ കണ്ടിട്ട് അവൻ എന്ത് മനസ്സിലാക്കാനാ? തീരെ ചെറുപ്പത്തിൽ കുറച്ചു കാലം വീട്ടുജോലിക്കും അവനെയും നോക്കാൻ നിന്നൊരു സെർവന്റ്. അത്രയല്ലേ ഉള്ളൂ. ആലീസ് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? സത്യമല്ല മാഡം. മാഡം പോലും എന്നെ മറക്കും. അവൻ ഓരോ സ്റ്റെപ്പുകൾ കടന്ന് വലുതാവുമ്പോൾ ഈ നിമിഷങ്ങൾക്ക് ഒരു വിലയില്ലാതാവും. സ്നേഹ മാഡവും അവരുടെ കുഞ്ഞുമായി മാഡം നല്ല അടുപ്പത്തിലായിരുന്നില്ലേ? ഇപ്പൊ എന്തെങ്കിലും ആവശ്യത്തിനല്ലാതെ അവരെ ഓർക്കുന്നുണ്ടോ? മാഡത്തിന്റെ മാത്രമല്ല, എന്റെ സ്ഥിതി അത് തന്നെയാ. ആലീസിനെ മറക്കാൻ എനിക്ക് കഴിയില്ല. ഒരു ജോലിയൊക്കെ കിട്ടി വിവാഹമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ ആലീസ് എന്നെ മോനെ മറന്നെന്ന് വരും. പക്ഷേ
എന്തായാലും ആ ഫോട്ടോസ് വാങ്ങി ഞാൻ ആൽബത്തിൽ വെക്കും. അതൊരഭംഗിയെ എനിക്ക് തോന്നില്ല. അത് മാഡത്തിന്റെ ഇഷ്ടം. ആ പിന്നെ ഈ ഫോട്ടോസ് സുധിസാറിന് അയക്കുന്നില്ലേ? പിന്നെ ഞാനിത് സുധിക്ക് അയക്കുകയായിരുന്നു. എന്നാ പിന്നെ അത് നടക്കട്ടെ. ചൂടാറും മുമ്പ് ഈ ചായം കൂടെ കുടിക്കാം. എനിക്ക് കുറച്ചുകൂടി ജോലിയുണ്ട്. അയ്യോ, എന്താ ജയന്തി ഒരു ആലോചന? ആ ചടങ്ങൊക്കെ ഗംഭീരമായി നടന്നില്ലേ? ഞാൻ ആലോചിച്ചത് മോന്റെ അമ്മയെക്കുറിച്ചാ. കുഞ്ഞിനെ നമ്മൾ സ്വന്തമാക്കി കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുവച്ച് അവന് ചോറൂണ് ചടങ്ങ് നടത്തി. അവന്റെ അമ്മ മാത്രം ഒന്നും അറിയുന്നില്ല. അവന്റെ അമ്മ ചടങ്ങിനുണ്ടായിരുന്നല്ലോ. ഓ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് നടിക്കല്ലേ? കുഞ്ഞിന്റെ അമ്മയുടെ സാന്നിധ്യത്തിൽ തന്നെയാ ചോറൂണ് നടന്നത്. പ്രസവിച്ചൊരമ്മയുണ്ട്, അവളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ പോറ്റമ്മയുടെ കാര്യമൊന്നുമല്ല. അർച്ചന ഒന്നും അറിയുന്നുണ്ടാവില്ല. ഞാൻ നോക്കിയിട്ട് ചടങ്ങിൽ കുഞ്ഞിന്റെ അച്ഛന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. വിശ്വേട്ടനോട് തർക്കിക്കാനൊന്നും ഞാനില്ല. ദൈവത്തിന് നിരക്കാത്ത ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ദൈവത്തെ എന്തിനു കൂട്ടുപിടിക്കുന്നു? വിശ്വേട്ട എപ്പോഴും സ്വാർത്ഥത മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ആ ക്ഷേത്രത്തിൽ വെച്ചു അത് തന്നെയല്ലേ കാണിച്ചത്? ആലീസിനെ അവിടുന്ന് ആട്ടിമാറ്റിയത് ദൈവത്തിന് നിരക്കുന്ന പ്രവൃത്തിയാണോ? അവളൊരു വീട്ടുജോലിക്കാരിയായിപ്പോയി. ആ കുഞ്ഞിനെ കൊണ്ടു നടന്ന് ഈ നിലയിൽ എത്തിച്ചത് അവളാ. അതിനവിടെ ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ. എണ്ണിക്കൊടുക്കുന്ന പണത്തിന് മുകളില് മനുഷ്യത്വം, സ്നേഹം, അങ്ങനെ ചിലതൊക്കെ ഉണ്ട് വിശ്വേട്ടാ. അതൊന്നും പണം കൊടുത്താ കിട്ടുന്ന അല്ല. ആലീസ് ആ കുഞ്ഞിനോട് കാണിക്കുന്ന വാത്സല്യത്തിന്റെ 4/1 പോലും നിരഞ്ജനയ്ക്കില്ല. അത് നേരിൽ കണ്ടു മനസ്സിലാക്കിയവളാ ഞാൻ. എന്നിട്ടും അവളെ വിശ്വേട്ട ആട്ടി മാറ്റി നിർത്തി. അന്നം തൊടാനുള്ള ഒരു അവസരം ഞാൻ അവൾക്ക് കൊടുത്തല്ലോ. ജയന്തി എന്താ അത് അറിഞ്ഞായി ഭാവിക്കാത്തെ? അത് വിശ്വേട്ടൻ കാണിച്ച വിശാല മനസ്കതയൊന്നും അല്ല. എനിക്ക് വിശ്വേട്ടന്റെ പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായപ്പോ കാണിച്ച അടവാ. നിനക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ആ, നിരഞ്ജനയായിരിക്കും. അവരങ്ങ് എത്തിക്കാണുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആലീസിനോട് ഇത്ര അരിവ് കാണിക്കുന്നവൾ അത് അർച്ചനയാണെന്ന് തിരിച്ചറിയുമ്പോഴോ? ഓ, ആ ഭാഗ്യം ഈശ്വരൻ എനിക്ക് തന്നു മോളെ. എന്റെ മോന്റെ ചോറൂണ് കണ്ണു നിറയെ ഞാൻ കണ്ടു. അവന്റെ അച്ഛനും അച്ഛമ്മയും അവന് അന്നം കൊടുക്കുന്നത് നേരിൽ കാണാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യല്ലേ മോളെ? ഭാഗ്യൊക്കെ തന്നെ, പക്ഷെ അച്ചൂശിക്ക് കണ്ടു നിൽക്കാനല്ലേ കഴിഞ്ഞുള്ളൂ. ഏറ്റവും ഒടുവില് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ അത് സംഭവിച്ചു. വിശ്വനാഥൻ സാർ എന്നെയും വിളിച്ചു. ഞാനും എന്റെ മോൻ അന്നു ഊട്ടി മോളെ. ദൈവമേ, അച്ചൂച്ചി എന്നെ സന്തോഷിപ്പിക്കാൻ പറയുന്നില്ലല്ലോ? അല്ല, സത്യമായിട്ടും എന്റെ അപ്പച്ചനാണ് സത്യം. ഞാനും മോന് ചോറ് കൊടുത്തു. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യല്ലേ മോളെ അത്. എന്റെ മനസ്സ് നിറഞ്ഞു. വിശ്വനാഥ് സാറ് നമ്മൾ മനസ്സിലാക്കി വെച്ച പോലെ ക്രൂരനൊന്നും അല്ലല്ലേ? നല്ലൊരു മനസ്സ് വിശ്വനാഥൻ സാറിനുണ്ട്. ഞാനിവിടുന്ന് പോകുന്നതിന് മുൻപ് ചോറൂണ് നടത്തിയത് എന്നെ കൂടി പങ്കെടുപ്പിക്കാനല്ലേ? ആലീസ് വലിയ സന്തോഷത്തിലാണല്ലോ. അത് പിന്നെ ഞാൻ ചോറൂണിന്റെ കാര്യം ആനിയോട് സംസാരിക്കായിരുന്നു. ശരി മോളെ, ഞാൻ നാളെ വിളിക്കാമേ. ആലീസ് അവളോട് സംസാരിക്കേ. മുറി കാണാതെ വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചു വന്നതാ. സംസാരിച്ചോ? ഹലോ മോളെ, അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണോ അച്ചേച്ചി? അറിയില്ല മോളെ. സൂക്ഷിക്കണം അച്ചേച്ചി. ഇനി ഞാൻ സംസാരിക്കുന്നില്ല, എനിക്ക് പേടിയാവുന്നു. അച്ചേച്ചി വെച്ചോ. ശരി. ആലീസ് എന്താ ഇത്ര ഇമോഷണലായി സംസാരിച്ച്? എന്നെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടുകയും ചെയ്തു. ദാ ചായ.
മോനെ ശബരി, എവിടെയായിരുന്നടാ നീ ഇതുവരെ? ആകെ കോലം കിട്ടു. എന്തിനാ മോനെ നീ അമ്മയെ വിട്ടിട്ട് ഇവിടുന്ന് പോയത്? എനിക്ക് നീ അല്ലാതെ വേറെ ആരാ ഉള്ളത്? ഇപ്പോഴെങ്കിലും നിനക്ക് തിരിച്ചു വരാൻ തോന്നിയല്ലോ. അലഞ്ഞു തിരിഞ്ഞ് മടുത്തിട്ടൊന്നുമല്ല ഞാൻ തിരിച്ചു വന്നത്. അങ്ങനെ ആരും കരുതുകയും വേണ്ട. പിന്നെ എന്തിനാടാ നീ വന്നത്? തെണ്ടി തിരിഞ്ഞ് നടന്നപ്പോ ജീവിതമെടുത്തു, അല്ലാതെന്താ? നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ഒരു മനസ്സ് തോന്നി തിരിച്ചു വന്ന എന്റെ മോനെ നിങ്ങൾക്ക് ഇനി ഇറക്കി വിടണോ അല്ലേ? ഞാൻ ആരെ ഇറക്കി വിട്ടിട്ടില്ല, വിളിച്ചു കയറ്റിട്ടില്ല. ഞാൻ തിരിച്ചു വരില്ലെന്ന് കരുതി തന്നെ പോയത്. വരാൻ തയ്യാറുമല്ലായിരുന്നു. പിന്നെന്താ സംഭവിച്ചത്? തിരിച്ചു വരാൻ എന്നോട് ആവശ്യപ്പെട്ടത് സുധിയ. അവൻ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. എന്താണാവോ അവൻ ആവശ്യപ്പെട്ടത്? അത് നിങ്ങൾക്ക് കേൾക്കാൻ അത്ര സുഖമുള്ള കാര്യമല്ല. അർച്ചനെ കണ്ടെത്താൻ വേണ്ടിയാ അവൻ എന്നോട് ആവശ്യപ്പെട്ടത്. അവൾ എവിടെ ഉണ്ടെങ്കിലും എനിക്ക് അവളെ കണ്ടെത്തണം. എന്നിട്ട് സുധിയെ എനിക്ക് അവളുടെ മുന്നിൽ കൊണ്ടെത്തിക്കണം. ഞാൻ അവനോട് ചെയ്ത തെറ്റിനുള്ള പ്രായച്ചിത്തമാണത്. നാണോ ഇല്ലടാ നിനക്ക്? ഒരിക്കൽ പ്രായശ്ചിത്തം തലയ്ക്ക് പിടിച്ച് തരംതാണോ ഒരു കളി കളിച്ചത് ഇവിടെ ആരും മറന്നിട്ടില്ല. അർച്ചനയെ കണ്ടെത്താൻ വന്നിരിക്കുന്നു. പാഴ്ജന്മം. നമുക്ക് കാണാം. ഇനി ഇവിടെ ആരും മനസമാധാനത്തോടെ ജീവിക്കില്ല. ഇനി നിങ്ങൾ കാരണം അവനെ വീട് വിടേണ്ട സ്ഥിതി വന്നാ കൂടെ ഞാനും ഇറങ്ങണം. ആര് തടയുന്നു? നീയും പോയിക്കോടി. അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒറ്റപ്പെട്ട് കഴിയുമ്പോഴേ കുടുംബത്തിന്റെ വില എന്താന്ന് മനസ്സിലാവും. എന്നിട്ടെന്തായി ആശാനെ? എന്താവാൻ? തമിഴ്നാട് പോലീസ് വന്ന് ചെവളെ കൊണ്ടുപോയി. അവൻ 4-5 കൊലക്കേസിലെ പിടികിട്ടാ പുള്ളിയാണ്. ഇതൊക്കെ അറിഞ്ഞു വെച്ചാണോ രായപ്പൻ അവനെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നേ? ശവത്ത് കുത്തല ആശാനെ. ചെവളെ പിടിച്ച വാർത്തയും ഫോട്ടോയൊക്കെ പത്രത്തിൽ വന്നു. അവൻ ശരിക്കും ആരാന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. ചുറ്റിക കൊണ്ട് 2 പേരെ തലക്കടിച്ചു കൊന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ കത്തിക്കുത്ത. ഒരു മരണം നടന്ന അത് ചെവള കൊന്നതാണെങ്കിൽ കൃത്യമായും പോലീസിനെ അറിയാൻ പറ്റുമെന്നാ പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. വാച്ചർക്ക് നല്ലൊരു തുക ഇനാം കിട്ടുമെന്നാ ഒരു പോലീസുകാരൻ പറഞ്ഞ്. ചെവളെ പിടിച്ചതിന്റെ ക്രെഡിറ്റ് വാച്ചർക്കാ. സത്യം പറയാമല്ലോ, അവൻ ഇത്രയ്ക്കും ഭീകരനാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവന്റെ അടുത്ത് പോലും പോകത്തില്ലായിരുന്നു. അന്നേരം തോന്നുന്നൊരു ആവേശത്തിലാ വാച്ചർ ചെവളെ തടഞ്ഞു നിർത്താൻ നോക്കിയത്. പിന്നെ ചെവള വന്ന വിവരം രായപ്പൻ അറിയിച്ചതേ സജി തന്നെയാ. ഞാൻ അവനോട് സംസാരിച്ചു. അർച്ചന വന്ന വിവരം ആംബ്രോസ് ആണത്രേ ചെവളെ അറിയിച്ചത്. നമുക്ക് എത്രയും പെട്ടെന്ന് ആംബ്രോസിനെ പിടികൂടണോ ആശാനെ? അതിനവൻ പുറലോകം കണ്ടിട്ട് വേണ്ടേ? പിന്നെ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാമോന്ന് സജി എന്നോട് ചോദിച്ചു. അതിപ്പോ ഞാൻ മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല ആശാനെ. അർച്ചനയോടും സംസാരിക്കണം. ആ ചെറുക്കൻ കുറച്ചു കാലം കൂടി കോടതി കയറി ഇറങ്ങട്ടെ, എന്നാലേ ശരിക്കും പഠിക്കും. അത് ശരിയാ. എന്നാ പിന്നെ നമുക്ക് പോവാം. ചായ കുടിക്കുമോനെ? എന്തിന്റെ പേരിലാണെങ്കിലും നിനക്ക് തിരിച്ചു വരാൻ തോന്നിയത് നന്നായി മോനെ. നിനക്കറിയില്ല ഇതിന്റെ പേരിൽ ഞാൻ അനുഭവിച്ച വേദന. നിന്നെ ഇവിടുന്ന് ഓടിച്ചു വിട്ടതിൽ ഞങ്ങൾക്ക് പങ്കുണ്ടെന്ന മട്ടിലാ ഗീതയുടെ സംസാരം. സുധിയെ ഞാൻ വിളിച്ചത് ആത്മഹത്യയുടെ വക്കിൽ നിന്നേണ്ടി. മോനെ നീ? ഞാൻ അത്രയ്ക്കും വേദന തിന്നേണ്ടി. സുധിയുടെ വാക്കുകൾ ഉറക്കത്തിൽ പോലും എന്നെ കുത്തി നോവിച്ചുകൊണ്ടിരുന്നു. എല്ലാരും പറയും പോലെ ഭ്രാന്ത് പിടിച്ചു തന്നെ ഞാൻ രാജപ്പന്റെ മകളുടെ പിന്നാലെ പോയതും. അത് വേണ്ടായിരുന്നു മോനെ. നീ മനസ്സ് വെച്ച അർച്ചനയെ കണ്ടെത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? കണ്ടെത്തിയ തന്നെ അവളെ സുധിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? വരും വരായികളെ പറ്റി ഞാനൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. ഒരു പക്ഷേ അർച്ചന മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടാവും. എന്നാലും അവളെ എനിക്ക് അവന് കാണിച്ചു കൊടുക്കണം. നീ അവളുടെ മുന്നിൽ സുധിയെ എത്തിക്കരുത്. ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ ആറി തണുത്തു കഴിഞ്ഞു. ഇനി നീയായി വീണ്ടും അത് ഊതി പടർത്തരുത്. അർച്ചനയോട് ചെയ്ത തെറ്റോർത്താണല്ലോ നീ വേദനിക്കുന്നത്. നിന്റെ പ്രവൃത്തി കൊണ്ട് ജീവിതം നഷ്ടപ്പെടാൻ പോകുന്ന മറ്റൊരു പെണ്ണുണ്ട്. നിരഞ്ജനയുടെയും കുഞ്ഞിന്റെ കാര്യം നീ എന്താ ഓർക്കാത്തത്? എന്റെ മുന്നിൽ അർച്ചനയോ നിരഞ്ജനയോ ഒന്നുമില്ല.
സുധിയോട് ഞാൻ ചെയ്ത തെറ്റിന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിഹാരം ചെയ്യണം. പിന്നെ ആന്റി പറഞ്ഞില്ലേ എല്ലാം മാറി തണുത്തെന്ന്. ഇല്ല ആന്റി, സുധിയുടെ മനസ്സ് ഇപ്പോഴും ഉരുകി തിളച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എളുപ്പം മറക്കാൻ കഴിയുന്ന പെണ്ണല്ല അവൻ അർച്ചന. എനിക്ക് സംശയമുണ്ട് അർച്ചന ഇപ്പോഴും ജീവനോടെ ഉണ്ടോന്ന് വരെ. അവൾക്ക് എന്തു പറ്റിയെന്നാ നീ പറയുന്നത്? ആന്റിക്ക് ഇനിയും അതറിയില്ലേ? ഇല്ല, എനിക്കറിയില്ല. അവള് മറ്റെവിടെയോ ഉണ്ടെന്നാ കേൾക്കുന്നത്. അങ്കിളും അച്ഛനും ആന്റിക്ക് തരുന്ന വിവരമല്ലേ? ആന്റി ആദ്യം മുതലേ കബളിപ്പിച്ചുകൊണ്ടിരിക്കുക അവര്. ഇന്നല്ലെങ്കിൽ നാളെ ആന്റി അത് തിരിച്ചറിയും. എന്റെ വാക്ക് അന്ന് ആന്റി ഓർക്കും. അച്ഛനും അങ്കിളും മനുഷ്യത്വമില്ലാത്ത ചതിമാരാന്റി. മനുഷ്യരൂപമെടുത്ത ചെന്നായ്ക്കൾ. ഞാൻ ഇറങ്ങും ആന്റി. അല്ല മോനെ, സത്യളിയ ഞാൻ പറയുന്നത്. സുധി നിർബന്ധിച്ചിട്ട് തന്നെയാ ശബരി തിരിച്ചു വന്നത്. ശബരിയുടെ പെട്ടെന്നുള്ള ഈ തിരിച്ചുവരവ് നമുക്ക് ദോഷം ചെയ്യും. സുധി അവനോട് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അർച്ചനെ കണ്ടെത്തി സുധിയെ അവളുടെ മുന്നിൽ എത്തിക്കുമെന്ന ശബരിയുടെ വെല്ലുവിളി. ശബരിയെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയ സുധി നിരഞ്ജനയും കുഞ്ഞും മൂന്നാറിലുണ്ടെന്ന സത്യവും അവനെ അറിയിക്കില്ലേ? അറിയിക്കും. നിരഞ്ജനെയും കുഞ്ഞിനെയും കാണാൻ ശബരി മൂന്നാറിലെത്തിയാ പിന്നെ അർച്ചനയെ തേടി അവൻ എങ്ങും അലയേണ്ടി വരില്ല. കൺമുന്നിൽ തന്നെ അവൻ അർച്ചനയെ കാണാം. നമ്മളെക്കാൾ മുന്നേ അവൻ അർച്ചനെ അറിയാമല്ലോ. എല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ച സുധി ഒരു കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തുകയാണെന്ന കാര്യവും ശബരിയോട് പറയും. കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സുധി ശബരിയോട് ഇത്ര പെട്ടെന്ന് അടുക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതാണോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? അർച്ചനയ്ക്കൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ മാത്രമേ എനിക്കിനി കഴിയൂ. ശബരി ഇവിടെ എത്തിയാൽ പുറത്തേക്ക് വരരുതെന്ന് അവരോട് പറയാമെന്ന് മാത്രം. ശബരി മൂന്നാറിൽ പോയാൽ തന്നെ ഒരു രാത്രി അവിടെ തങ്ങാതെ തിരിച്ചു വരില്ല. അർച്ചനയ്ക്ക് എത്ര സമയം അവന്റെ മുമ്പിൽ വരാതെ ഒളിച്ചിരിക്കാൻ കഴിയും? ഓരോ പ്രശ്നങ്ങൾ തണുത്തു വരുമ്പോഴാ അടുത്ത ചൂട് പിടിച്ചു വരുന്നത്. ശബരിയുടെ നീക്കം തടഞ്ഞേ പറ്റൂ. അളിയനൊന്നും സമാധാനായിട്ടിരിക്കെ. നിരഞ്ജനയും കുഞ്ഞും നാട്ടിലുണ്ടെന്ന് ശബരി അറിയുമെങ്കിൽ ഗീതയോട് പറയാതിരിക്കില്ല. ഗീതയുടെ മനസ്സിൽ പിന്നതിരിക്കില്ല. പരിഹസിക്കാൻ വേണ്ടി എന്റെ മുന്നിൽ അവളത് പൊട്ടിക്ക് തന്നെ ചെയ്യും. അങ്ങനെ വിശ്വസിച്ച് കാത്തിരിക്കാൻ പറ്റില്ല നടരാജ. എല്ലാരെക്കാരും ഞാനിപ്പോ ഭയപ്പെടുന്നത് ജയന്തിയെയാണ്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെയാണ് അവളുടെ മനസ്സ്. ശബരിയുടെ ഈ വരവ് നമ്മൾ പേടിച്ചേ പറ്റൂ. അർച്ചനയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം ശബരിക്ക് കിട്ടിയ അവൻ സുധിയെ അറിയിക്കും. അങ്ങനെയെങ്കിൽ സിംഗപ്പൂരിൽ പിന്നെ സുധി ഒരു നിമിഷം നിൽക്കില്ല. അവൻ പറന്നിങ്ങ് വരും. അമ്മയുടെ പൊന്നുമോൻ ഉറങ്ങുന്നില്ലേ? എന്താടാ ഉറങ്ങാത്തേ? ഓ, എന്തിനാ കരയുന്നേ? എന്തിനാടാ കരയുന്നേ? കള്ളക്കരച്ചില് തുടങ്ങിയല്ലോ. ഓ ഓ ഇല്ല ഇല്ല ഇല്ല. ദേ, അമ്മയ്ക്ക് ഒരുപാട് പണിയുണ്ട്. നിന്നെ ഇങ്ങനെ കിടത്തിട്ട് അമ്മ എങ്ങനെ പോവും? ദേ, നിരഞ്ജന വന്നല്ലോ. അമ്മയ്ക്ക് സമാധാനായി. നിന്റെ അടുത്ത് ആളാവുമല്ലോ. കാര്യമില്ലടാ. എന്തിനാ കരയുന്നേ? എന്റെ മുനത്തിരി നേരം തൊട്ടിൽ കിടക്ക. അമ്മ ഇപ്പ വരാമേ. കിടന്നോട്ടോ. അമ്മ ഇപ്പ വരാമേ. സുധി